നമസ്കാരം. നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആശാപ്രവർത്തകരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തൃക്കാക്കര MLA ഉമാ തോമസ്. ഇതിന്റെ ഭാഗമായി തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ ഹൃദയാദരം എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ പ്രിയ നടി വനിതകളുടെ ശബ്ദമായ ഭാവനയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ ആശാ പ്രവർത്തകർക്ക് നൽകുന്ന ഹൃദയ ആദരമാണ് ഇപ്പോൾ ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ആരോഗ്യ പരിപാലന സംവിധാനം ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന ഘടകങ്ങളായ നിങ്ങളെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം ഈ തിരിതെളിയുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിന് ഒരുപാട് നന്മകൾ ആശാ വർക്കേഴ്സിലൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ആശാ വർക്കേഴ്സിനെ പറ്റി പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഒന്നും തിരിച്ച് ആഗ്രഹിക്കാതെ വളരെ സെൽഫ്ലെസ് ആയി നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. അതൊക്കെ ശരിക്കും ഏഞ്ചൽസ് വിതൗട്ട് വിങ്സ് എന്ന് പറയാം. സോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ആദരിക്കപ്പെടേണ്ടവരല്ല എന്നൊക്കെ നേരത്തെ വിളിച്ചു ചിലർ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് അവരുടെ മനസ്സിന്റെ വലുപ്പം കൊണ്ടാണ്. നിങ്ങൾ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ആദരിക്കപ്പെടുന്ന ആൾക്കാരാണ്. നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ ഒരു നല്ല ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പി.ടി. തോമസ് സാറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ വളരെ ശക്തമായി നിന്ന ഒരു ആളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മളങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റില്ല. അവര് വളരെ അൺകണ്ടീഷണലായി മറ്റൊരാളുടെ പ്രശ്നത്തിന് കൂടെ നിൽക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ മനസ്സാണ്. അതിനെനിക്ക് പി.ടി. തോമസ് സാറിനെ എനിക്കും എൻ്റെ ഫാമിലിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പി.ടി. തോമസ് സാറിൻ്റെ വൈഫ് ചേച്ചി വിളിക്കാന്ന് പറയുമ്പോൾ എനിക്ക് സാറ് വിളിക്കുന്ന പോലെ തന്നെയാണ്. സോ തീർച്ചയായും എനിക്കിവിടെ വരണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. സ്നേഹിച്ചും പരിചരിച്ചും കൂടെ നിർത്തുന്ന ഒരു സമൂഹമാണ് ആശാ വർക്കർ. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്യുന്ന നന്മയാണ്. പലപ്പോഴും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന പല കാര്യങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ 24 മണിക്കൂറും അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നെങ്കിലും നമ്മളുടെ ഹെൽത്ത് സംബന്ധമായ എല്ലാ കാര്യങ്ങളും അടിത്തട്ടിലുള്ള വീട്ടുകാർ വരെ അറിയിക്കാനും ജനനം മുതൽ മരണം വരെ ഓരോരുത്തരുടെയും ഡാറ്റ കളക്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് പാടുപെടുന്ന ഓരോ വിഷയങ്ങളിലും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കച്ചത്തൊരു ഡയറിയുമായിട്ട് എപ്പോഴും നടക്കുന്ന ചിരിച്ച മുഖത്തോടുകൂടി പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആശാപ്രവർത്തകരെ ആദരിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹമായിരുന്നു. ഇൻഷുറൻസ് പരിരക്ഷ പോലും ഇല്ലെങ്കിലും നിങ്ങളെല്ലാം അവിടെയെല്ലാം കയറി ഇറങ്ങി അവർക്കെല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള ഗൈഡൻസ് കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമായ കാര്യമാണ്. നമ്മുടെ നാട് എപ്പോഴെല്ലാം വലിയ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ, അത് കോവിഡ് ആണെങ്കിലും പ്രളയമാണെങ്കിലും എല്ലാ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളോടൊപ്പം നിന്നിട്ടുള്ള, കോവിഡ് കാലഘട്ടത്തിൽ യാതൊരു അടിസ്ഥാന സൗകര്യമോ സുരക്ഷയോ ഇല്ലാതെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ആളുകളാണ്. നമുക്ക് ഭക്ഷണം നൽകാൻ, നമ്മൾക്ക് മരുന്ന് നൽകാൻ, നമ്മൾക്ക് ആത്മവിശ്വാസം നൽകാൻ കടന്നു വന്ന ആശാ വർക്കർമാരെ ആദരിക്കുന്ന ഈ പരിപാടി സംഘടിപ്പിച്ച ശ്രീമതി ഉമാ തോമസിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ അവസരത്തിൽ അഭിവാദ്യം അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉണ്ടായിട്ടും അതേ പ്രവർത്തനവുമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആശാ വർക്കറിന്റെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം. അവരെന്നാലും ആ ജോലി ഉപേക്ഷിക്കുന്നില്ല, അത് തുടരുന്നു എന്നുള്ളത് ഈ സമൂഹത്തിൽ നന്മയുണ്ട് എന്നുള്ളതിന്റെ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്.
ജോലി വേണ്ടാന്ന് വെക്കേണ്ട അവസ്ഥ തന്നെ വന്നിട്ടുണ്ട്. കാര്യം കൃത്യമായിട്ടൊരു വരുമാനം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ജോലിയുടെ പാഷൻ കാരണം ആ ഒരു ഇഷ്ടം കാരണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ കൗൺസിലർ സത്യഗമനം ഇരിക്കാതെ എല്ലാവരും സപ്പോർട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഡിവിഷൻ്റെ എല്ലാ പ്രവർത്തനവും നന്നായിട്ട് നടക്കുന്നുണ്ട്. ഈ ജോലിയിൽ 100% സന്തോഷവതിയാണ്. പക്ഷേ മറ്റൊരു ദുഃഖം പറയാൻ ഞങ്ങളുടെ PHCയുടെ ശോചനീയാവസ്ഥ. ഏത് നിമിഷവും ആ ബിൽഡിംഗ് നിലത്ത് വീഴാനുള്ള സ്ഥിതിയിലാണ് കാണുന്നത്. കമ്പിയൊക്കെ മേളിലും ഉണ്ട്. മാഡം തന്നെ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും മേടിക്കുന്നെന്തെങ്കിലും ചാണ്ട കണ്ടെങ്കിൽ ഇറങ്ങി ഓടിക്കോളൂ എന്ന് പറഞ്ഞു. അതത്ര അവസ്ഥ ശോചനീയമാണ്. ഒരാൾ വീണ് കഴിഞ്ഞാൽ ഒന്ന് കേക്ക് കിടത്താൻ നല്ലത് തോന്നില്ല. ഈ ഹൃദയാന്തരത്തിൽ MLAയോടൊപ്പം ഭാവന കൂടി ചേർന്നപ്പോൾ ആശാ പ്രവർത്തകർക്ക് ഇത് ഒരു ത്രിമധുരമായി മാറി.